പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. ഹല്ലേലൂയ. നോക്കൂ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വാഗ്ദത്ത വചനമാണ്. ഞാൻ അത് നിനക്ക് തരും. ഹല്ലേലൂയ. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ള ആഗ്രഹത്തോടെ ഹല്ലേലൂയ ഈ ദിവസങ്ങളായിരിക്കുമ്പോൾ പ്രിയ മക്കളെ, നമുക്ക് നൽകി തരുവാൻ ദൈവം സമ്പന്നനാണ്. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് ഉൽപ്പത്തി പുസ്തകം 12:1 ഹല്ലേലൂയ. ദൈവ വിളി കേട്ട് എല്ലാം വിട്ട് ഇറങ്ങിയ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്, ഞാൻ അത് നിനക്ക് തരും. ഹല്ലേലൂയ. നീ ദേശത്തിൻ്റെ നെടുകയും കുറുകയും നടക്കുക, നിനക്ക് വേണ്ടുന്നത് ഞാൻ നിനക്ക് നൽകി തരും. ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്നെ ഇറക്കിയതാണോ? തീർച്ചയായിട്ടും ഞാൻ നിന്നെ വാഗ്ദത്ത വിഷയങ്ങളിലൂടെ വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കുവാൻ എല്ലാം ദൈവസഹായകനാണ്. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ദൈവവിളി കേട്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, ദൈവം നിങ്ങളെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഉവ്വ് എന്ന് മാത്രമാണ്. അതായത് വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, മനുഷ്യനാണ്. ഹല്ലേലൂയ. മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇലക്ഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ അത് തരാം ഇത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് വോട്ടൊക്കെ നേടാൻ വേണ്ടി അവർ പലതും പറയും. പക്ഷെ പിന്നീട് അത് ജയിച്ചു കഴിയുമ്പോൾ ആ സ്ഥലത്തോട്ട് അവരെ കാണാറ് പോലുമില്ല. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമുക്ക് വാക്ക് തന്നാൽ അത് വാക്ക് പാലിക്കുന്ന അപ്പച്ചനാണ്. ഹല്ലേലൂയ. അതായത് നമ്മോട് ഒരു വാഗ്ദത്തം ഹല്ലേലൂയ നിവർത്തിക്കണമെങ്കിൽ നമ്മളിലുള്ള ആ വിശ്വാസവും സമർപ്പണവും ദൈവത്തോട് എത്രമാത്രമാണോ അതനുസരിച്ചായിരിക്കും കർത്താവ് നമ്മോടും ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ നൽകി തരുന്നത്. നാം വിശ്വസ്തരായിരിക്കുക, ദൈവം നമുക്ക് നൽകി തരും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിലുണ്ടോ, തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവവിളി കേട്ട് ഇറങ്ങിയ അബ്രഹാമിനും തന്നോടൊപ്പം നോക്കി ഇറങ്ങിയ ലോത്തിനും അനുഗ്രഹങ്ങൾ നൽകി അവരെ ബഹുസമ്പന്നരാക്കിയെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. നോക്കൂ, നമ്മോട് ഇങ്ങനെ പറഞ്ഞാൽ നാം എന്തെല്ലാം അവലാദികൾ പറഞ്ഞ് തള്ളി നീക്കുവാൻ ഇപ്പോഴാണെങ്കിൽ ഒട്ടും തന്നെ പോകുവാൻ ശ്രമിക്കില്ല. കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട്. ഹല്ലേലൂയ. അതായത് നമുക്ക് ഉള്ളതെല്ലാം വിട്ടിറങ്ങിയ ഒരു അബ്രഹാമിനോട് ചേർന്ന് നടന്ന ഒരു ലോത്ത്. ഹല്ലേലൂയ. ദൈവ ആശ്രയത്തിൽ നാം ഉറച്ചു നിൽക്കുകയാണോ? പ്രിയ മക്കളെ, നാം തയ്യാറാകുക, പിറകോട്ട് നോക്കരുത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ആടുമാടുകളുടെയും സമ്പത്തിൻ്റെയും വർധന മൂലം ഒന്നിച്ചു പാർക്കുവാൻ സാധ്യമല്ലാത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവരുടെ കന്നുകാലികളുടെ ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായി രണ്ടായി പിരിയേണ്ടി വന്നു. ഹല്ലേലൂയ. നോക്കൂ, പക്ഷേ അബ്രഹാം നമുക്ക് തമ്മിൽ പിണക്കമുണ്ടാകാതെ നിനക്ക് ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു. നോക്കൂ, ലോത്ത് യഹോവയുടെ തോട്ടം പോലെ തോന്നിക്കുന്ന സോദോം ഗൊമോറ തിരഞ്ഞെടുത്തു. പ്രിയ മക്കളെ, പലപ്പോഴും നമ്മുടെയും ദൃഷ്ടിയിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതായിരിക്കും നാം തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, ദൈവപ്രവൃത്തി അങ്ങനെയല്ല. നമ്മുടെ കണ്ണിന് തോന്നുന്നതല്ല അത് നന്നായിട്ട് തോന്നുന്നത്, പക്ഷേ ദൈവം നോക്കണം. ഹല്ലേലൂയ. അപ്പച്ചൻ നോക്കിയെങ്കിൽ മാത്രമേ ആ പ്രവൃത്തികൾ ആ ദേശമല്ല അനുഗ്രഹമായി തീരുകയുള്ളൂ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഇന്നും ഇതുപോലെ ദൈവം നമുക്ക് വേണ്ടി നല്ലത് കരുതി വെക്കുമ്പോൾ ആ വാഗ്ദത്തം മറന്ന് ഹല്ലേലൂയ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകുന്നവർ ഹല്ലേലൂയ ഇന്നുമുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ലോത്ത് നോക്കിയപ്പോൾ അത് സൊദോം ഗൊമോറ നോക്കിയപ്പോൾ നന്നായിട്ട് പച്ചപ്പൊക്കെ കണ്ടു. എൻ്റെ കന്നുകാലികൾക്കൊക്കെ ആവശ്യം പോലെ ഭക്ഷിപ്പാനുണ്ട്, ഒരു ഉറവുമില്ലെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ ഇത് നമ്മൾ നഷ്ടമാകുന്നത് നമ്മോട് വാഗ്ദത്തം ചെയ്തിരുന്ന ശ്രേഷ്ഠതയാണ്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ പലപ്പോഴും പല ശ്രേഷ്ഠതകളും നഷ്ടമാക്കും, വാഗ്ദത്തങ്ങളും നഷ്ടമാക്കും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിന് കാണുന്ന നാം തിരഞ്ഞെടുത്ത് പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മെ വിളിക്കുമ്പോൾ നാം ലക്ഷ്യം വെക്കുന്നത് ദൈവത്തിലാണെങ്കിൽ തീർച്ചയായും നമ്മെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും
കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തീരും. അതായത് ഉൽപ്പത്തി 13:14 അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെയാണ് നമ്മോടും ദൈവം പറയുന്നത്. നീ നിന്റെ 4 ചുറ്റുവട്ടം നീ ഒന്ന് നോക്കുക. നിന്നെ ഞാൻ അനുഗ്രഹിച്ചില്ലേ? ചുറ്റുപാടുകളിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ കഴിയുമ്പോൾ നിന്നെ ജയോത്സവമായി ഞാൻ നടത്തിയില്ലേ? പ്രിയരെ, ഹല്ലേലൂയ, ഇതൊക്കെ ഓർക്കാറുണ്ടോ? ദൈവിക ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ ദൈവം നൽകുന്ന അവകാശങ്ങൾ ഓർത്ത് സ്തുതിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ ഓരോന്നും ദൈവം തരുന്ന നന്മയെ ഓർത്തുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോക സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സോതോമിന്റെ അവസ്ഥയാണ് വരുന്നത്. ഹല്ലേലൂയ. അതായത് അബ്രഹാമിനെ പോലെ ദൈവിക ദർശനം പ്രാപിച്ച് നമ്മുടെ കണ്ണ്, ഹല്ലേലൂയ, വാഗ്ദത്ത വിഷയങ്ങളിലാണെങ്കിൽ 13:17 കാണുന്ന പോലെ നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാം, ഞാൻ അത് നിനക്ക് തരും. ഹല്ലേലൂയ. ഇവിടെ വെറുതെ ഇരിക്കുവാനല്ല പറഞ്ഞത്, നെടുകയും കുറുകയും സഞ്ചരിക്കുക. പ്രിയമക്കളെ, നാം മടിയന്മാരായിരുന്നാൽ അത് നിനക്ക് തരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം നമ്മിൽ നിന്ന് മാറ്റിക്കളയും. നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിന് നമ്മുടെ കാൽവെപ്പ്, നമ്മുടെ നോട്ടം ദൈവത്തിൽ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവവിളി കേട്ട് ഇറങ്ങിയ അബ്രഹാമിന്റെ, ഹല്ലേലൂയ, തന്നോടൊപ്പം വന്ന ലോത്തിന്റെ അനുഭവം നോക്കും. ദൈവം ഇഷ്ടം നോക്കാതെ തൻ്റെ ഇഷ്ടം നോക്കിയ ലോത്ത് വലഞ്ഞുപോയ നീതിമാൻ എന്ന പേരിന് ഉടമയാകുകയും, ഹല്ലേലൂയ, ഇവിടെ നോക്കും, ദൈവം നോക്കി വാഗ്ദത്തം മുറുകെ പിടിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ, ഹല്ലേലൂയ, വിശ്വാസം, ഹല്ലേലൂയ, വർദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വാഗ്ദത്ത വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവവിളി ആര് കേൾക്കുന്നുവോ മടിച്ചു നിൽക്കരുത്. അബ്രഹാമിനെ പോലെ തയ്യാറായി വാഗ്ദത്ത വാക്കുകൾ അനുസരണമുള്ളവരായി തീർന്നാൽ, ആവർത്തന പുസ്തകം 28:13 പറഞ്ഞ പോലെ, ഞാൻ എന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, ഹല്ലേലൂയ, താഴ്ച പ്രാപിക്കുകയില്ല. പ്രിയ മക്കളെ, ഇത് വേണോ? ദൈവീയ കൽപ്പനകൾ പ്രമാണിച്ച് വേണം നാം നടക്കാൻ. വാഗ്ദത്ത വിഷയങ്ങൾ നമ്മളിലൂടെ, ഹല്ലേലൂയ, നിറവേറണമെങ്കിൽ ദൈവവിളി, ഹല്ലേലൂയ, ദൈവിക വചനത്തിന് നമ്മൾ കൽപ്പന പ്രമാണിച്ച്, കർത്താവിൻ്റെ വചനം പ്രമാണിച്ച്, ഹല്ലേലൂയ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നമ്മളായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ നിനക്ക് തരും എന്നുള്ള ആ വാഗ്ദത്ത വചനങ്ങളെ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ ഒന്ന് താഴ്ത്താം. അബ്രഹാമിനോട് നോക്ക്, ഹല്ലേലൂയ, പറഞ്ഞ ഉടനെ അവൻ വിടേണ്ടതെല്ലാം വിട്ടിറങ്ങി. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്, കർത്താവിലാണ് ആശ്രയം വെച്ചിരുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ടാണ് അബ്രഹാമിന് ലഭിച്ചുകൊണ്ടിരുന്നത്. പ്രിയ മക്കളെ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ആരും ലജ്ജിതരായി തീർന്നിട്ടില്ല. ഹല്ലേലൂയ. നന്മയാണ് എല്ലാം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. തിന്മയല്ലാതെ കർത്താവ് പച്ച നമുക്കൊന്നും, തിന്മ നമുക്ക് ഒരിക്കലും ചെയ്ത്, നന്മയല്ലാതെ തിന്മ പ്രവർത്തിപ്പാൻ, ഹല്ലേലൂയ, ഒരിക്കലും, ഹല്ലേലൂയ, അപ്പച്ചൻ നമ്മോട് ഒരിക്കലും ഇരിക്കത്തില്ല. നമുക്ക് നന്മ തന്നെ, ഹല്ലേലൂയ, എല്ലാ സമയത്തും നൽകി തരും. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പോടെ മുന്നേറാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീ പുറപ്പെട്ട് ദേശത്ത് നേടുകയും കുറുകയും സഞ്ചരിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം നാം മറ്റുള്ളവരോട് പങ്കിടുക. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തിന് നമ്മളൊരു അനുഗ്രഹമായി തീരണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നാം പ്രാപിച്ചിരിക്കുന്ന ആ ദൈവിക ചിന്തകൾ, ദൈവിക ദർശനങ്ങൾ, ആത്മീയ കൃപകൾ ഓരോന്നും മറ്റുള്ളവരിലേക്ക് പങ്കിടുന്നവരായി തീരണം. ഹല്ലേലൂയ. അറിഞ്ഞ സത്യം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, അവരും കർത്താവിനെ അറിയുവാനിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, വളരെയധികം സങ്കടകരമായ ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. പ്രിയ ദൈവമക്കളെ, യുദ്ധശ്രുതികളെയൊക്കെ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ഭയത്തോടെ ഇരിപ്പാനല്ല. നാളുകൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ നാം എഴുന്നേറ്റ് പ്രവർത്തിക്കണം. ഉറങ്ങിയിരിക്കുവാനല്ല, കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ നോക്കി പാർക്കണം. അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ദേശത്ത് നെടുകയും കുറുകയും നടന്ന് കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നവരായി, അറിഞ്ഞ സത്യം, ഹല്ലേലൂയ, വെളിപ്പെടുത്തുന്നവരായി തീരാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.